MC കമറുദ്ദീൻ, ഫാഷൻ ഗോൾ, KM ഷാജി, +2 കോഴ, പാലാരിവട്ടം പാലം, VK ഇബ്രാഹിം കുഞ്ഞ്. ഓർമ്മിപ്പിക്കുന്നു, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് UDF-ന്റെ മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ട്. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന സന്ദേശവുമായിക്കൊണ്ട് ഞങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. അഴിമതിക്കെതിരെ ഒരു വോട്ട്, അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്താൻ ഉദ്ദേശിക്കുന്ന മുദ്രാവാക്യം. നല്ലത്, ഗംഭീരം. അപ്പോൾ എനിക്ക് പിന്നിൽ ഈ കാണുന്നവർക്ക് ചിലത് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷമാവാം ബാക്കി. അഴിമതിയും പാലത്തിന്റെ ബലക്ഷയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വീട് പൊളിക്കാനുള്ള നോട്ടീസൊന്നും ഭാര്യയ്ക്ക് വന്നിട്ടില്ല, വീട്ടിലും വന്നിട്ടില്ല. അങ്ങനെ വീട് പൊളിക്കാൻ അങ്ങനെ അതൊരു അസാധ്യമായ കാര്യമാണ്. ഇതിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ആരോടൊക്കെ ചർച്ച നടത്തണം, അവരോടൊക്കെ ചർച്ച നടത്തുക. ഇതിലൊരു രാഷ്ട്രീയവും ഒരു പാർട്ടിയും. അവിശ്വസനീയമായ വിധം ഇഞ്ചി കൃഷി നടത്തി ലാഭമുണ്ടാക്കിയതാണ് ഇതിലൊരാൾ, KM ഷാജി. അവിശ്വസനീയമാം വിധം സ്വർണത്തിന്റെ ബിസിനസ് നടത്തി നഷ്ടത്തിലായ മറ്റൊരാൾ, KC കമറുദ്ദീൻ. അവിശ്വസനീയമാം വിധം പാലം പണിഞ്ഞ് നമ്മളെ അതിശയിപ്പിച്ചയാളാണ് മറ്റൊരാൾ, ഇബ്രാഹിം കുഞ്ഞ്. 3 പേരും UDF-ന്റെ MLA-മാർ. നമുക്ക് ആരംഭിക്കാം ഫാഷൻ ഗോൾഡ് കഥ. നേരെ തുടങ്ങാം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പെന്നാൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെ ഒരു പൊന്നും കട പൊളിഞ്ഞ് പാളീസായതല്ല. അങ്ങനെയൊരു കട പൂട്ടിപ്പോയപ്പോൾ നിക്ഷേപിച്ചവർ പണം ചോദിച്ച് പരാതിയുമായി വന്നതുമല്ല. ഒരു കല്ലട്ര മൈൻ ഹാജിക്ക് ഒരു ചുറ്റുമിരുന്ന് പരാതിക്കാരെ കേട്ട് തീർക്കാനാകുന്ന കിട്ടാ പണക്കണക്കുകളുമല്ല ഈ നിക്ഷേപ തട്ടിപ്പ്. ഫാഷൻ ഗോൾഡ് ഹൈക്കോടതി പറഞ്ഞതുപോലെ മറ്റൊരു പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് തന്നെയാണ് അൺപോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. രാഷ്ട്രീയ കവച കുണ്ടലങ്ങളേകി കമറുദ്ദീനെ വെള്ളപൂശാനാകില്ല എന്ന് സാരം. കാസർഗോഡ് മുസ്ലിം ലീഗിന് പേരുള്ള രാഷ്ട്രീയ ഭൂമി. MC കമറുദ്ദീൻ ചേർക്കളം അബ്ദുള്ളയ്ക്ക് ശേഷം തുളുനാട്ടിലെ ആ പാർട്ടിയുടെ പ്രഖ്യാപിത മുഖം. ആ കമറുദ്ദീൻ ചെയർമാനായി 4 കമ്പനികൾ 14 വർഷം മുൻപ് രൂപീകരിക്കപ്പെടുന്നു. ചന്ദേര മാണിയാട്ട് ആസ്ഥാനമാക്കി 2006-ൽ ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ ആണ് ഇതിൽ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത്. തൊട്ടുപുറകെ 2008-ൽ ഖബർ ഫാഷൻ ഗോൾഡ്, 2009-ൽ നുജും ഗോൾഡ്, 2012-ൽ ഫാഷൻ ഓർണമെന്റ്സ് എന്നീ സ്ഥാപനങ്ങൾ കൂടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 4 കമ്പനികളിലേക്കുമായി 749 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കപ്പെട്ടു. നിക്ഷേപകർക്ക് നൽകിയ രേഖകളിലെല്ലാം ഈ 4 കമ്പനികളുടെ പേര് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഈ 4 കമ്പനിയും ഒന്നാണെന്നാണ് നിക്ഷേപകരെ അറിയിച്ചത്. ഇവ 4ഉം കൂടാതെ ഫാഷൻ ഗോൾഡ് മഹൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ പേരിലും നിക്ഷേപകരെ കൂട്ടാൻ ശ്രമം നടന്നു. അങ്ങനെ അന്നാട്ടുകാർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഏറ്റവും വിശ്വസ്തനായ മുഖം മുൻകൈയെടുത്ത് നടത്തിയ സ്വർണ്ണ കമ്പനി തഴച്ചു വളരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പാവങ്ങളാണ് പാർട്ടിയെ വിശ്വസിച്ച് പണം കൊടുത്തതെന്ന് ഇവിടെ പ്രത്യേകം പറയണം. അങ്ങനെ ആളേറെയായി, ആസ്തി ഏറെയായി ആദ്യകാല കച്ചവടം അരങ്ങ് തകർത്തു. നിയമങ്ങളെ തൊടാതെയായിരുന്നു കമറുദ്ദീൻ കറക്കു കമ്പനിയുടെ പ്രവർത്തനം. കമ്പനി നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. എത്ര നിക്ഷേപം സ്വീകരിക്കാം, എങ്ങനെയെല്ലാം സ്വീകരിക്കാം, ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. ആദ്യകാലത്തൊഴിച്ചാൽ പിന്നെ കമ്പനിയുടെ വിറ്റുവരവ്, ലാഭം, ആസ്തി, ബാധ്യത കണക്ക്, ആദായ നികുതി രേഖകൾ ഒന്നും അധികൃതരുടെ അരികിലെത്തിയില്ല. കടലാസിലാകാതെ പോയതിന് പിന്നാലെ കച്ചവടത്തിലും കറക്ക് കമ്പനിയുടെ പ്രവർത്തനമാകെ താളം തെറ്റി. പണം വിഴുങ്ങികൾ പണം വാങ്ങിയവരോടുള്ള പ്രതിബദ്ധത മറന്നു. സാവധാനം 150 കോടിയോളം രൂപ മൂല്യമുള്ള സ്വർണവും പണവും നിക്ഷേപമായി കിട്ടിയ ജൂവലറികൾ 5 വർഷത്തിനകം നഷ്ടത്തിലാകുകയും അടച്ചുപൂട്ടാനും തുടങ്ങി. എങ്ങനെ നഷ്ടത്തിലേക്കെത്തി? നിക്ഷേപമായി സമാഹരിക്കപ്പെട്ട കോടികൾ എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായില്ല. കമ്പനിയുടെ പ്രവർത്തന മൂലധനം 9 കോടി എന്ന വെബ്സൈറ്റിൽ കണ്ട് തങ്ങൾ നൽകിയ ബാക്കി 140 കോടി എവിടെയെന്ന് നിക്ഷേപകർ ചോദ്യമുയർത്തി തുടങ്ങി. ആ ചോദ്യങ്ങളാണ് പാവങ്ങളെ പറ്റിച്ച തട്ടിപ്പിനെ പുറം ലോകത്തെത്തിച്ചത്. പരാതിയായി പാർട്ടി ആഫീസ് പടികയറി വർഷങ്ങളോളം നടന്ന് ഫലം കാണാതെയാണ് പ്രവർത്തകർ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിയതും MC കമറുദ്ദീന് പിടി വീണതും. MLA ആയതിനു ശേഷം കമറുദ്ദീൻ കാര്യങ്ങളെ കരക്കടിപ്പിക്കുമെന്ന കണക്കുകൂട്ടലും തെറ്റിയതോടെയാണ് പരാതി നിയമവഴിയിലേക്ക് എത്തിയത്. ഒന്നിൽ തുടങ്ങി പരാതിക്കാർ 100 ആയി. ഒരു സ്റ്റേഷനിൽ തുടങ്ങിയ കേസുകൾ പല സ്റ്റേഷനുകളിലായി 150ഓളമായി.
നിക്ഷേപം കച്ചവടത്തിലൂടെ കൈവിട്ടു കളഞ്ഞതിനും അപ്പുറം നിക്ഷേപങ്ങളെ വക മാറ്റിയെന്നും കമ്പനി ഉടമകൾ കൈവശപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. പ്രവർത്തന മൂലധന ബാക്കിയും സ്വർണങ്ങളും രത്നങ്ങളും നേതൃത്വം പങ്കുവച്ചെന്ന പരാതിയും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. അങ്ങനെ കോടികളുടെ പണം പ്രവാസികളടക്കമുള്ള പാവങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഒരു കടലാസിലും എഴുതാതെ പകിടകളിച്ചും പങ്കിട്ടെടുത്തും തീർത്ത കേരളം കണ്ട വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഫാഷൻ ഗോൾഡ്.